2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPM-നെ ഏറ്റവും പിന്നിലേക്ക് അടിക്കുന്ന ഒരു ഘടകമുണ്ടെങ്കിൽ അത് സംഘപരിവാറുമായിട്ടുള്ള രഹസ്യ ഇടപാടാണ്. 2011 മുതൽ 2016 വരെ അധികാരത്തിലിരുന്ന ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിലുള്ള UDF സർക്കാർ ന്യൂനപക്ഷ പ്രീണനത്തിന്റെ പേരിലാണ് പ്രതിക്കൂട്ടിലായതെങ്കിൽ അതിന് സമാനമായി വരുന്ന തെരഞ്ഞെടുപ്പിൽ പിണറായി സർക്കാരിനെ സംഘപരിവാർ കൂട്ടിക്കെട്ടിയുള്ള പ്രചരണത്തിനാണ് UDF കളമൊരുക്കിയിരിക്കുന്നത്. ജമാഅത്തെ ഇസ്ലാമി കൂടി ഒപ്പം വന്നതോടെ ആ പ്രചരണം അവർ തന്നെ മുന്നോട്ട് കൊണ്ടുപോകുമെന്നും ഏറെക്കുറെ ഉറപ്പായിട്ടുണ്ട്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ശേഷം ജമാഅത്ത് ഇസ്ലാമിയുടെ ഔദ്യോഗിക വക്താക്കൾ തന്നെ ഈ പ്രചരണത്തിന് കൊഴുപ്പ് കൂട്ടിയിട്ടുമുണ്ട്. നേരത്തെ മുതൽ തന്നെ അവർ അത്തരമൊരു പ്രചരണമാണ് ഇടതുപക്ഷത്തിനെതിരെ, പ്രത്യേകിച്ച് CPM-നെതിരെ നടത്തിക്കൊണ്ടിരുന്നത്. VD സതീശൻ പ്രതിപക്ഷ നേതാവായി ചുമതലയേറ്റതു മുതൽ ഇത്തരം പ്രചരണങ്ങൾ ഗംഭീരമായി ഉണ്ടായിരുന്നു. ഏറ്റവും ഒടുവിൽ യൂണിവേഴ്സിറ്റി സെനറ്റ് ഹാളിൽ കാവിക്കൊടിയേന്തിയ ഭാരതാംബയുടെ ചിത്രത്തിൽ മാലയിട്ട് പരിപാടി സംഘടിപ്പിക്കാനുള്ള സംഘപരിവാർ നീക്കത്തെ SFI എതിർത്തതിനെ തുടർന്നുണ്ടായ പ്രശ്നങ്ങളിലും സർക്കാരിനെതിരെയുള്ള ശ്രമങ്ങളായിട്ടാണ് കലാശിച്ചത്. സെനറ്റ് ഹാളിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം VC-ക്കാണെന്നിരിക്കെ സർക്കാരിന്റെ ശ്രദ്ധയില്ലായ്മയാണ് അതിന് വഴിവെച്ചതെന്നാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. ഈ ആരോപണത്തിനെതിരെ CPM-ൽ നിന്നോ സർക്കാരിൽ നിന്നോ പോലും പ്രതിരോധവും ഉണ്ടായിട്ടില്ല എന്നതാണ് വാസ്തവം. കോൺഗ്രസ് മുമ്പും സംഘപരിവാർ ബന്ധം ഉന്നയിച്ച് CPM-നെ പ്രതിരോധിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. എങ്കിലും അന്ന് പാർട്ടി സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയൻ അതിനെതിരെ ശക്തമായി തിരിച്ചടിക്കുകയും ആ ആരോപണങ്ങളുടെ കുന്തമുന UDF-ലേക്ക് തന്നെ തിരിച്ചുവെച്ച് അവരെ പ്രതിസന്ധിയിലാക്കുകയും ചെയ്തിരുന്നു. എന്നാൽ പിണറായി മുഖ്യമന്ത്രിയായ ശേഷം അത്തരം പ്രതിരോധങ്ങൾ തീർക്കാൻ പാർട്ടിക്ക് കഴിയുന്നില്ലെന്ന് ആരോപണം ശക്തമായിട്ടുണ്ട്. UDF-ന്റെയും മറ്റും ഇത്തരം പ്രചരണങ്ങളെ പ്രതിരോധിക്കുന്നതിന് പകരം അവർക്ക് ഇന്ധനം നൽകുന്ന തരത്തിൽ RSS-മായി CPM-ന് ബന്ധമുണ്ടായിരുന്നുവെന്ന് വിളിച്ചു പറയുകയാണ് പാർട്ടി സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ ചെയ്തത്. ഇത് CPM നേതൃയോഗങ്ങളിൽ വലിയ വിമർശനമായി ഉയർന്നിട്ടുമുണ്ട്. ചുരുക്കത്തിൽ 2016 തെരഞ്ഞെടുപ്പിന് മുമ്പ് ഉമ്മൻചാണ്ടി സർക്കാർ കടന്നുപോയ അതേ പ്രതിസന്ധിയിലൂടെയാണ് പിണറായി സർക്കാരും കടന്നു പോകുന്നത്. അന്ന് ആ സർക്കാരിനെതിരെ ഉയർന്നത് ന്യൂനപക്ഷ പ്രീണനമായിരുന്നു. ഇന്നത്തെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉൾപ്പെടെയുള്ളവർ അത് ഉന്നയിച്ചിട്ടുമുണ്ട്. ലീഗിന് 5ാം മന്ത്രിയെ നൽകിയതും പിന്നെ കുഞ്ഞുകുഞ്ഞ്, കുഞ്ഞുമാണി, കുഞ്ഞാലിക്കുട്ടി എന്നിങ്ങനെ ബന്ധപ്പെടുത്തിയുള്ള പ്രചരണവുമൊക്കെ പല കോണുകളിൽ നിന്നും ശക്തമായി ഉയർന്നിരുന്നു. അത് അന്നത്തെ തെരഞ്ഞെടുപ്പിൽ UDF-ന് തിരിച്ചടിക്ക് കാരണമായിട്ടുമുണ്ട്. കോൺഗ്രസിനെ പിന്തുണച്ചിരുന്ന നായർ സമുദായത്തിലെ ഒരു വിഭാഗം ഉൾപ്പെടെ BJP പാളയത്തിൽ എത്തിയതിൽ ആ പ്രചരണത്തിന് വലിയ പങ്കുണ്ടെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. സമാനമായ ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉരുത്തിരിഞ്ഞ് CPM-നെതിരെ നിൽക്കുന്നത്. ന്യൂനപക്ഷ പ്രീണനം എന്നതിന് പകരം സംഘപരിവാർ ബാന്ധവം എന്നതാണ് പുതിയ ആരോപണം. ഇതിനെ CPM-ഉം ഇടതു മുന്നണിയും എങ്ങനെ പ്രതിരോധിക്കും എന്നതിലായിരിക്കും 3ാം ടേം എന്ന സ്വപ്ന സാക്ഷാത്കാരം ഇരിക്കുന്നതെന്ന് കാണാം. അന്ന് സമാന സാഹചര്യത്തിന് മുന്നിൽ കോൺഗ്രസ് തിരഞ്ഞെടുപ്പ് അടുത്തപ്പോഴാണ് വീണതെങ്കിൽ മാസങ്ങൾക്ക് മുമ്പ് തന്നെ CPM ആ കെണിയിൽ വീണു കഴിഞ്ഞുവെന്ന് കാണാം.